മലയാളി വാർത്ത ഹിഡൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അഭിപ്രായങ്ങളും സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇത് തരുന്നതായിരിക്കും. നിങ്ങൾ വിളിച്ചറിയിച്ചാൽ അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറണ്ട് പൊളിറ്റിക്കൽ ഹോട്ട് സബ്ജക്റ്റ് മാസപ്പടി കേസും വീണ വിജയൻ്റെ അറസ്റ്റും പിണറായി വിജയനും കുടുങ്ങും ഇങ്ങനെയുള്ളതൊക്കെ എല്ലാ ദിവസവും ഓരോരുത്തരുടെ ഇംഗിതത്തിനനുസരിച്ച് ആൾക്കാർ പടച്ചു കെട്ടിക്കൊണ്ടിരിക്കുക. പടച്ചു കെട്ടുക എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം എല്ലാവരുടെയും ഇമാജിനേഷനാണ്. ഇപ്പം ഇങ്ങനെ നടക്കുമെന്നുള്ളത്. ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. പിണറായി ആൾ വേറെ ലെവലാണ്. ഈ ഉമ്മാക്കി, അറസ്റ്റ് ഉമ്മാക്കി, ED ഉമ്മാക്കി എന്നും കണ്ടിട്ട് പിണറായിയെ പേടിപ്പിക്കാൻ സാധ്യമല്ല. കാരണം 2020 തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ് സ്വർണ്ണക്കള്ളക്കടത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, പിണറായി ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, CBIക്കാർ വന്ന് ഇതൊക്കെ സെക്രട്ടേറിയറ്റ് കയറുന്നു, ക്യാമറകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു, എന്തെല്ലാം കോലാഹലമായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടെ ചില ചാനൽ പറയുന്ന പ്രകാരമായിരുന്നു പിണറായി പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടെ. ചിലർ പലതവണ മരിക്കുന്ന പോലെ അവരെ ആൾക്കാരെ മരിപ്പിക്കും എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു ചുക്കും നടക്കത്തില്ല. പിണറായി വിജയൻ ഭയങ്കര തന്ത്രജ്ഞനാണ്. ഇപ്പം പണ്ട് രാജാക്കന്മാരൊക്കെ ചതുരംഗം കളിക്കുമായിരുന്നു. ചതുരംഗം കളിയിൽ വിജയിക്കുന്ന രാജാവ് കേമനാണെന്നാണ് അന്ന് കരുതിയിരുന്നത്. ഈ ചതുരംഗം കളി കാലക്രമേണ രൂപാന്തരപ്പെട്ടാണ് ചെസ് കളിയായിട്ട് വന്നത്. ഇപ്പോഴെല്ലാം ചെസ് കളിയേ ഉള്ളൂ. ചതുരംഗം കളി ആരും കളിക്കാറില്ല. ഭരണകർത്താക്കൾ അവരുടെ മിടുക്ക് കാണിക്കാൻ വേണ്ടി കളിക്കാറില്ല. യുദ്ധത്തിലാണെങ്കിൽ തന്ത്രങ്ങൾ പണിയും, ടാക്ടിക്സ്. അതായത് ഒരു ആക്രമണം നടന്നാൽ ശത്രുപക്ഷം ഏത് രീതിയിൽ ഇങ്ങോട്ട് കയറി വന്ന് ആക്രമിക്കും എന്നുള്ള 100 തരം പ്ലാനുകളുണ്ടാക്കും എല്ലാ പക്ഷക്കാരും, 2 പക്ഷക്കാരും. ഈ 100 തവണ ഉണ്ടാക്കുന്ന പ്ലാൻ ഇങ്ങനെയായിരിക്കും അവരിങ്ങോട്ട് കയറി വരുന്നതെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കും. പക്ഷേ അതുപോലെ സംഭവിക്കണമെന്നില്ല. അത് നമ്മുടെ ഒരു കണക്കുകൂട്ടലാണ്. ഈ കണക്കുകൂട്ടൽ പോലെ ആക്ച്വൽ സിറ്റുവേഷൻ സംഭവിക്കില്ല. 101ാമത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ അന്നേരം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയത്തില്ല. അതാണ് ചിലർ പരാജയപ്പെടുന്നത്. ഈ 100 എണ്ണം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന്. ആ സാധ്യത പോലെ നടക്കണമെന്ന്. പക്ഷേ മറ്റേത് നമ്മുടെ ഒരു കണക്കുകൂട്ടലായിരുന്നു. എന്ന് പറഞ്ഞാൽ പിണറായി ഈ കടത്തനാടൻ ഭാഗത്ത് നിന്ന് വന്ന ഒരാളാണ്, തലശ്ശേരിയിൽ നിന്ന്. അവിടെ അടവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പണ്ട് മഹാഭാരതത്തിൽ പറയുന്ന കർണൻ യുദ്ധതന്ത്രങ്ങൾ പഠിച്ചത് കളരി പോയിട്ടില്ല, നോക്കിയിരുന്ന് പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഈ ചിലർ അവർ പഠിക്കാൻ പോയിട്ടില്ല, കളരിയിൽ പോയിട്ടോ അല്ലെങ്കിൽ കോളേജോ സ്കൂളിലോ പോയിട്ടില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ധാരാളം ഭരണകർത്താക്കളുണ്ടായിട്ടുണ്ടല്ലോ. അവരൊക്കെ എവിടെ പഠിച്ചിട്ടാണ്, വിദ്യ പഠിച്ചിട്ടാണ് അവർ ഭരണകർത്താക്കളായത്. അപ്പോൾ ഭരണകർത്താവെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന നമ്മുടെ തന്ത്രങ്ങൾ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. ജീവിതമാകുന്ന വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചു വരുന്നവരാണ് എല്ലായിടത്തും മുൻകൈ എടുത്ത് നിൽക്കുന്നത്. ഇപ്പോൾ പിണറായി അങ്ങനെ അവിടെ നോക്കിയും കണ്ടും തൊട്ട് നോക്കിയും കണ്ടും പഠിച്ചു. ആദ്യമൊക്കെ കുറേ ഇത്രയും പ്രായമായതുകൊണ്ട് പഠിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേ ഭരണത്തിൽ കയറിയ എന്ത് ചെയ്യണമെന്ന് പഠിച്ചത് നമ്മുടെ ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നു. അതിനു മുമ്പ് 3 തവണ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പിണറായി വിജയൻ ശരിക്കും ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇപ്പോൾ ഈ നരേന്ദ്രമോദി 2ാമത് എങ്ങനെ മുഖ്യമന്ത്രിയായി, 3ാമത് എങ്ങനെ മുഖ്യമന്ത്രിയായി, ഇതെല്ലാം കണ്ടുപഠിച്ച് ശരിക്കും ഏതെല്ലാം അടവുകളാണ് ഉപയോഗിക്കുന്നത്, ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ പറഞ്ഞ് വശത്താക്കി വയ്ക്കാം. പക്ഷേ എല്ലായിടത്തും ഈ നേതാക്കന്മാരും ഭരണകർത്താക്കളും അല്ലെങ്കിൽ ഓരോ സംഘടനകളുടെ മതങ്ങളുടെയൊക്കെ ഈ തലപ്പത്തിരിക്കുന്നവരതിലിരിക്കാൻ യോഗ്യതയാകുന്ന എത്ര ഫോൾസ്ഹുഡ് പറഞ്ഞ് അനുയായികളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നുള്ളതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല. അപ്പോൾ ഏറ്റവും നല്ല ഉപാധി കഴിയുന്നത്ര നുണകൾ പറയുക. കഴിയുന്നത്ര നുണകൾ പറഞ്ഞ ആൾക്കാർ അതുപോലെ വിശ്വസിക്കും. നിങ്ങളെല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ നോക്കൂ. നേരെ സത്യം ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമായിരിക്കും സത്യങ്ങൾ. അപ്പം നുണ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടയ്ക്ക് വിശ്വസിക്കും. അപ്പം
നമ്മുടെ പിണറായി ചെയ്തത് തന്നെയാണ്. നരേന്ദ്രമോദി മീഡിയേനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് ആദ്യം ശരിക്കും മനസ്സിലാക്കി. ഇപ്പോഴത്തെ ഡിജിറ്റൽ മീഡിയ, പ്രൊപ്പഗണ്ട, നമ്മൾ ചെയ്യാനിരിക്കുന്നതിനെ പറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുക, ചെയ്ത കാര്യങ്ങളെ മടങ്ങാക്കിയിട്ട് ജനങ്ങളെ ധരിപ്പിക്കുക. അങ്ങനെ 100 കണക്കിന് കോടി രൂപ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ പത്രമാസികകൾക്ക് പരസ്യം കൊടുത്ത് കളഞ്ഞിട്ടുണ്ട്. വെറും തുച്ഛമായി 250-300 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആശാവർക്കന്മാർക്ക് കൊടുക്കാൻ പണമില്ലെന്നാണ് പറയുന്നത്. പത്രപരസ്യത്തിന് കൊടുക്കാൻ പണമുണ്ട്. അപ്പോൾ ഇത്തരം അടവുകളൊക്കെ, എന്നിട്ട് ഈ പറയുന്ന ഈ സമരം ചെയ്യുന്ന ആശാമാരും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ വരുമ്പോൾ അവർ ചെറുപ്പം തൊട്ടേ വളർന്നു വന്ന പാർട്ടിക്ക് വോട്ട് കുത്തത്തുള്ളൂ. അവർക്കെന്ന ഒന്നും വരാതെ അവരെ വെയിലത്ത് പട്ടിണി വെയിലത്ത് കിടത്തുന്നവരാണെന്നൊന്നും അവർ വിചാരിക്കത്തില്ല. അതാണ് മനുഷ്യൻ്റെ ഒരു വലിയ ബലഹീനത. ഇവരെ ആര് സഹായിക്കുന്നുണ്ട്, ആരാണ് ഇവരുടെ അഭ്യുദയകാംക്ഷി എന്ന് അവർക്ക് ശരിക്കറിയത്തില്ല. അവർക്ക് ജന്മനാ തൊട്ടേ ചില അറ്റാച്ച്മെൻ്റ് ഉണ്ട്. മതങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് ജനിക്കുമ്പോഴേ തുടങ്ങുന്നത്, അല്ലാതെ മതമായിട്ട് അതിന് അവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടല്ല. അത് പൊളിറ്റിക്കൽ അഫിലിയേഷൻ, വോട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിലേക്ക് ചിലർ ഇഞ്ചക്ട് ചെയ്ത് ചിലത് വയ്ക്കും. പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് പറയും. അവരെന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, വധേരയ്ക്കും രാഹുൽ ഗാന്ധിക്കും സോണിക്കുമെതിരെ കേസ് രജിസ്റ്റർ കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് ഡൽഹിയിലൊക്കെ കോൺഗ്രസ്സുകാർ സമരമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഏതിനോട് ചേർന്ന് നിൽക്കുന്ന അവർ ചെയ്യുന്ന കുറ്റങ്ങൾ നമ്മൾ അങ്ങ് അംഗീകരിക്കുകയാണ്, അവരെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലും അത് തന്നെ സംഭവിക്കുന്നത്, എല്ലായിടത്തും അത്. ഇപ്പം മതങ്ങളിലുള്ള മത നേതാക്കന്മാർ തെറ്റ് ചെയ്താൽ അവർ തെറ്റ് ചെയ്തില്ല, ഇതെല്ലാം ഫാബ്രിക്കേറ്റഡാണ്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നത്. ഇവിടെ പിണറായിക്കെതിരെ ED മാസപ്പടി മേടിച്ചതിനുള്ള പകൽ പോലെ അവർ പോലും നിഷേധിച്ചിട്ടില്ല. അതിനും പറയേണ്ട പ്രതികാരമാണ്, രാഷ്ട്രീയ പ്രതികാരം. അപ്പോൾ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒൺലി ഫോർ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. പണക്കാർക്കും രാഷ്ട്രീയ പാർട്ടികളുള്ള ആർക്കും എന്തും ചെയ്യാം. അവർക്കെതിരെ കേസ് വന്ന ഉടനെ പറയും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതാണ്, പ്രതികാരം തീർക്കുന്നതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. അപ്പോൾ പിണറായി വിജയൻ ഈ മോദിയിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിച്ച് അതേ തന്ത്രം ഉപയോഗിച്ച് അതേപോലെയാണ് പിന്നീട് പുള്ളി ഭരണം നടത്തിയത്. അത് ക്ലിക്കായി ശരിക്കും. അതുകൊണ്ടാണല്ലോ 2021 വീണ്ടും അധികാരത്തിൽ വന്നത്. പിന്നെ കേസുകളുടെ കാര്യത്തിൽ ഭരണകർത്താക്കൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് എല്ലാ കാലത്തും. തന്ത്രങ്ങൾ ഭരിക്കാൻ പറ്റത്തില്ല. ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കണം. നമ്മൾ എല്ലാം തുറന്നു പറയുകയും വേണ്ടാത്തടത്ത് കയറി പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ മോദി ഫോളോ ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എതിരാളികളെ എതിര് പറയുന്ന മീഡിയാസിനെ ഒതുക്കുക. NDTV ഒക്കെ അങ്ങനെ ഒതുക്കിയതാണ്. NDTV പറ്റി ഇന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് അഡാനി ഏറ്റെടുത്തു. NDTV പ്രാണോറയെ പറ്റി ഒന്നും ഇപ്പോൾ കേൾക്കാനില്ല. പിന്നെ എതിരാളികൾക്കെതിരെ കേസെടുക്കുക. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ വാദ്രയ്ക്കെതിരെ കേസെടുത്തു. രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്കയുടെ ഭർത്താവ്. ഈ കേസ് കള്ളക്കേസൊന്നുമില്ല. അതൊക്കെ എടുത്ത കേസുകൾ എല്ലാവരുടെയും അഗൻസ്റ്റ് കൂടുതലും മോദി എടുത്തതൊക്കെ ജെന്വിൻ കേസുകളാണ്. അവരെ അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 8 കൊല്ലമായി ഇവരെ ആരെങ്കിലും പിടിച്ച് ജയിലിലുണ്ടോ? ഇല്ല. ഈ കേസ് കൊണ്ട് ഇവരെ തെളിവെടുക്കാൻ വിളിക്കുക. അതായത് പൂച്ച എലിയായിട്ട് കളിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ കളിപ്പിച്ചു. അപ്പോൾ അവർ ഒതുങ്ങിയിരുന്നുള്ളൂ. P. ചിദംബരത്തിൻ്റെ പുറകെ പോയി ചിദംബരത്തിൻ്റെ മകനെയും കേസെടുത്തു. അങ്ങനെ ചിദംബരത്തെ ഒതുക്കി നിർത്തി. മഹാരാഷ്ട്രയിൽ അജിത് പവാർ എന്ന് പറയുന്നതിൻ്റെ 250 കോടി രൂപയുടെ അഴിമതിക്കെതിരെ കേസെടുത്തു. അവസാനം അജിത് പവാർ എന്ത് ചെയ്തു? കേസിൽ നിന്ന് ഒഴിവാകാൻ BJP സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ അഴിമതിക്കാരായ രാഷ്ട്രീയ എതിരാളികളെ അവരുടെ അഴിമതി കേസിൽ കുടുക്കിയാൽ അവരുടെ തല നമ്മുടെ കക്ഷത്തിലേക്ക്. നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവരെപ്പോഴേലും ഇങ്ങനെ കാലിട്ട് മാത്രമേ ഇവർക്ക് പിടപ്പിക്കാൻ പറ്റത്തുള്ളൂ. അധികം കൂടുതൽ പിടയ്ക്കുമ്പം കക്ഷത്തിലിരിക്കുന്ന കഴുത്ത് ഒന്ന് മുറുക്കും. അതാണ് നമ്മുടെ ഈ മോദി രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന് മാത്രമല്ല, ഇപ്പം നമ്മുടെ SP-യുടെ സിംഗ് യാദവിൻ്റെ മകനുണ്ടല്ലോ, SP-യുടെ, അവനെതിരെ ഒരു കേസ് കൊടുത്തിട്ടില്ല. മുലായം സിംഗ് യാദവും മോദിയായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അതുപോലെ രാഹുൽ ഗാന്ധിയും വാദ്രേനെ ഇതുവരെ പിടിച്ചകത്തിടാണ്ടിരുന്ന ഒരു 3 കൊല്ലം മുമ്പ് പോയിട്ട് മോദിയുടെ കാല് പിടിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ മോദി വന്നതിന് പിന്നെ ഇയാൾ വിളിപ്പിക്കാറില്ലായിരുന്നു കുറേ കാലത്തേക്ക്. ഇപ്പോഴാണ് ഈ കേസ് എടുത്ത് പുറത്തെടുത്ത് ചാർജ് ഷീറ്റൊക്കെ കൊടുത്ത്. മമതാ ബാനർജി
ഇവിടെയാണ് അവിടുത്തെ കമ്മീഷണർ അറസ്റ്റ് ചെയ്യാനായിട്ട് ചിട്ട് ഫണ്ടും മറ്റു കേസിലൊക്കെ അവിടെ ചെന്നപ്പോഴത്തേനും മമതയുടെ പോലീസുകാർ തന്നെ എതിർത്തു. അങ്ങനെ മമത എല്ലാ കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മമത പിന്നെ ഡൽഹി പോയിട്ട് ബംഗാളിൻ്റെ വികസനത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവർ പോകുന്നത് ചർച്ച ചെയ്യാൻ. അവിടെ ചെന്ന് പറയുന്നത് എന്നെ ഉപദ്രവിച്ചേക്കല്ലെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് ബഹളമൊക്കെ ഇങ്ങനെ മോദിക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ ഉള്ളവരുടെ ജനങ്ങളുടെ കൺസെപ്ഷന് വേണ്ടിയാണ്. ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ മോദിക്ക് ഭൂരിപക്ഷം അങ്ങനെ ഇല്ലാതെ വരികയാണെങ്കിൽ മോദിയെ സപ്പോർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഇവിടെ എതിരാളികൾക്കെതിരെ എല്ലാം കേസെടുത്തിരിക്കുക. വി.ഡി. സതീശനെതിരെയും കേസുണ്ട്, കെ. സുധാകരനെതിരെയും കേസുണ്ട്, കെ. സുരേന്ദ്രനെതിരെയും കേസുണ്ട്. ഇവരുടെയൊക്കെ തല ഇരിക്കുന്ന പിണറായി വിജയൻ്റെ കക്ഷത്തിലാണ്. ഈ വേറെ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുണ്ട് സെൻട്രൽ ഏജൻസിക്കെതിരെ കേസെടുക്കാൻ ധൈര്യമുള്ള? ഇ ഡി സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചപ്പം ഇ ഡിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റി മോദിക്ക്? ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ സുരേഷ് ഗോപിക്കെതിരെ, കേന്ദ്രത്തിൻ്റെ BJPയുടെ വലിയ നേതാവായിരുന്നു, സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തില്ലേ? എന്തിന്? കേന്ദ്രമന്ത്രി ആർ ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തു, 2 കേസെടുത്തു. ഇത്രയും ധൈര്യം കാണിക്കാൻ വേറെ ഏത് നേതാവുണ്ട് ഇന്ന് ഇന്ത്യയിൽ? ഈ പിണറായിയുടെ ആണ് മകളെ പിടിച്ച് അകത്തിടും, അറസ്റ്റ് ചെയ്യും, ജയിലിലടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള കുറേ പിണറായിക്കെതിരെയുള്ള പാർട്ടിക്കാർക്ക് സന്തോഷിക്കാൻ മനസ്സമാധാനം കിട്ടുന്നുള്ളതേ ഉള്ളൂ. ഇതിലുമായിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്യാത്ത എന്താണെന്ന് പല ചാനലുകാരോടും ജനങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. താങ്കൾ ഇപ്പോഴും പറയുന്ന അറസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടൊന്നും നടന്നില്ല. പക്ഷേ ഇവർക്ക് സൂഹിക്കാൻ വേണ്ടി ഇപ്പോഴും ചില ചാനലുകാർ പറയും ഇത് വാതിൽ ഒളിച്ചിരിക്കുന്നു, വീണയെ ഒളിപ്പിച്ചിരിക്കുന്നു, വീണ വിദേശത്തേക്ക് പോകാൻ തുടങ്ങുന്നു. വിദേശത്തേക്ക് പോയി ഒരു മണ്ണാങ്കട്ടയും നടക്കില്ല, ഒരു ചുക്കും നടക്കുകയില്ല. പിണറായിക്കറിയാം എവിടെ നിൽക്കണം, ആരെയുണ്ട്. പിണറായിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആർ ചന്ദ്രശേഖർ ഇന്ന് കേരളത്തിലെ BJPയുടെ പ്രസിഡന്റാണ്. ചന്ദ്രശേഖരനെ നാളെ വേണേൽ വിളിച്ച് ചോദ്യം ചെയ്യാൻ പിണറായി വിചാരിച്ചാൽ നടക്കും. കെ. സുരേന്ദ്രനെ ED കള്ളപ്പണം ഒഴിവാക്കിയാലും കള്ളപ്പണം കിട്ടിയെന്നുള്ളതുകൊണ്ട് കെ. സുരേന്ദ്രനെ 3 കൊല്ലം മുമ്പ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൻ്റെ തലേദിവസം പിണറായിയെ ഡൽഹി വിളിപ്പിച്ച് അമിത്ഷാ പറഞ്ഞുകൊണ്ടാണ് പിറ്റേ ദിവസം കെ. സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യേണ്ടത്. കെ. സുരേന്ദ്രൻ അന്ന് പിറ്റേ ദിവസം ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ ആപ്പാട് ചോദിച്ച് ചായ കുടിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നോക്കെ. കുറ്റകൃത്യത്തെപ്പറ്റി ചോദിച്ചില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയണ്ടേ? സത്യം നുണ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ സത്യം അവരുടെയൊക്കെ തെളിവ് സഹിതമുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് പിണറായിയെ വിളിച്ച് കോംപ്രമൈസ് ചെയ്തിട്ടാണ് കെ. സുരേന്ദ്രൻ രക്ഷപ്പെട്ടു നിന്നത്. ഇന്നിപ്പോൾ ചന്ദ്രശേഖർക്കെതിരെയുണ്ട് കേസ്, പഴയ കേസ് കിടപ്പുണ്ട്. കെ. സുരേന്ദ്രനുണ്ട്. വേണമെങ്കിൽ പിണറായിക്ക് അത് പോക്കാം. അതുകൊണ്ട് പിണറായിയുടെ മകളെ വീണ വിജയനെ ഒരു ചുക്കും ചെയ്യത്തില്ല, ഒരു ചുക്കും ഒന്നും നടക്കത്തില്ല. ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് മനസ്സമാധാനത്തിന് വേണ്ടി എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി വീണയെ ഇപ്പോൾ കൊണ്ടുപോകും. അത് തന്നെയല്ല, വീണ ചെയ്ത കുറ്റം എന്തുകൊള്ളു? ഒരു കോടതിയിൽ നിലനിൽക്കില്ലാത്ത കുറ്റമാണ്. KMRൽ പൈസ കൊടുത്തെങ്കിൽ പൈസ കൊടുത്ത് അവർക്ക് പരാതിയില്ല. അവർക്ക് വായ്പയായിട്ട് കൊടുത്തു, ലോണായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ സഹായമായിട്ട് കൊടുത്തു, ദാനധർമ്മമായിട്ട് കൊടുത്തു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് പൈസ കൊടുക്കത്തില്ല. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു ഞാൻ കൊടുക്കാം, ഞാനത് തിരിച്ച് ചോദിക്കുന്നില്ല. എനിക്ക് പരാതിയില്ല, എൻ്റെ പൈസ കൊണ്ടുപോയി തിരിച്ച് തന്നില്ല. അത് തന്നെയല്ല, വീണ വിജയന് കിട്ടിയ പൈസ ഒളിച്ചു വെച്ചിട്ടില്ല, അതിന് ടാക്സ് കൊടുത്തു. ഈ ടാക്സ് കൊടുത്ത പൈസ അനധികൃതമാണെന്ന് പരാതിയില്ലാത്തയാൾക്ക് ഇതിന് ഈ വീടിക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? CBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? SFIക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റില്ലേ? ഒരു പബ്ലിക് കൺസെപ്ഷന് വേണ്ടി പിന്നെ കുറച്ച് ഹരാസ് ചെയ്യാൻ പറ്റും. ഇപ്പം മറുനാടൻ ഷാജനെതിരെ ഡസൻ കണക്കിന് കേസാണ് അൻവർ കൊടുപ്പിച്ചത്, പിണറായിക്ക് വേണ്ടിയിട്ട്, പിന്നെ അൻവറിന് വേണ്ടിയിട്ട്. ഈ കൊടുപ്പിച്ച കേസിൽ തെളിവൊന്നിലും ഇല്ല. അപ്പോൾ ഹരാസ് ചെയ്യാം. അയാളുടെ സ്റ്റുഡിയോയിൽ പോയിട്ടുള്ള ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും മൗസ് ഒക്കെ എടുത്തുകൊണ്ട് പോയി, CPU എടുത്തുകൊണ്ട് പോയി, എംപ്ലോയീസിൻ്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി. അതൊക്കെ ഒരു ഹരാസ്മെൻ്റ്. ഇത് കള്ളക്കേസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഹരാസ്മെൻ്റാണ്. വീണ വിജയനെതിരെയുള്ളത് കള്ളക്കേസ് പറയത്തില്ല. അവർ അവിടെ പണം നോക്കുകൂലി മേടിച്ചിട്ടുണ്ട്. പക്ഷെ മേടിച്ചത് ഇല്ലയെന്ന് അവരും പറയുന്നില്ലല്ലോ. നോക്കൂലിയല്ല, അവരിതൊരു സർവീസായിരുന്നു. ആ സർവീസ് എന്ന് പറയുന്നത് ടെലിഫോണിക്കലി എൻ്റെ അഭിപ്രായം ചോദിച്ച് ഞാൻ പറഞ്ഞു. ടെലിഫോണിക്കലി കൂടി ആൾക്കാർ കൺസൾട്ടൻസിന് അഭിപ്രായം പറയാമല്ലോ. എഴുതി തന്നെ കൊടുക്കണമെന്നില്ലല്ലോ, മെയിലിൽ കൊടുക്കണ്ട. അഭിപ്രായം ഫോണിലൂടെ സംസാരിച്ചു, അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ അഭിപ്രായം ചോദിച്ചു എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. വീണ വിജയൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് വീണ വിജയൻ അതിന് കാശും കിട്ടി.
ഇനി ആരെല്ലാം വീണാ വിജയന് നോക്കൂല് കൊടുത്തോ അവർക്ക് പറയാൻ പറ്റും ഞങ്ങൾ ടെലിഫോണിക്കലി ഡിസ്കസ് ചെയ്തു. പക്ഷെ ഡിസ്കസ് ചെയ്തതിനിപ്പം സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് 50 ലക്ഷം മേടിക്കുന്നില്ലേ? കപിൽ സിബലും മറ്റേ നമ്മുടെ മലയാളി ഉണ്ടല്ലോ വേണുഗോപാൽ അഡ്വക്കേറ്റൊക്കെ 50 ലക്ഷം 1 കോടി മേടിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് 500 രൂപ മേടിക്കുന്ന അഡ്വക്കേറ്റുമാർ നമ്മുടെ ഇവിടെ ഉണ്ട്. 5000 മേടിക്കുന്നവരുണ്ട്, 5 ലക്ഷം മേടിക്കും. അത് അവരുടെ എക്സ്പെർട്ടൈസിൻ്റെ അനുസരിച്ചാണ്. ഈ KMRLൻ്റെ കാർത്തയുടെ കാഴ്ചപ്പാടിലോ അല്ലെങ്കിൽ വീണാ വിജയന് ഇത് കൊടുത്തവരുടെ കാഴ്ചപ്പാടിലോ വീണാ വിജയൻ്റെ ഒരു അഭിപ്രായം മതി അവർക്ക്. കാഴ്ചൻ്റെ വാല്യൂ വീണാ വിജയനാണ് നിശ്ചയിക്കുന്നത്. ദേ ആർ റെഡി ടു പേ. ഇപ്പോൾ ശമ്പളത്തിനായാലും കാഷ്വൽ വർക്കേഴ്സ്, കോൺട്രാക്ട് വർക്കേഴ്സ്, ചിലർ ദിവസം 1000 രൂപയ്ക്ക് ജോലി ചെയ്യും, ചിലർ 5000 രൂപയ്ക്ക് ചെയ്യും, ചിലർ 10000 രൂപയ്ക്ക് ഒരു ദിവസത്തെ കൂലി. അവരുടെ എക്സ്പെർട്ടൈസ്. ഇപ്പോൾ വീണാ വിജയന് ഈ കേസിൽ ഒരു ചുക്കും ചെയ്യാനില്ല, ഒരു കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിജയൻ ലാവലിൻ കേസ് കൈകാര്യം ചെയ്ത് എല്ലാവർക്കും അറിയാമല്ലോ. 40 തവണ ആയിട്ട് കഴിഞ്ഞ ഒരു 15 വർഷത്തിൻ്റെ ഇടയിൽ നീട്ടിവെച്ചിരിക്കുന്നു. പിണറായിയെ അത്ര എളുപ്പത്തിൽ ചുരുട്ടിക്കൂട്ടി ഒതുക്കാവുന്ന ആരും വിചാരിക്കേണ്ട. ബിക്കോസ് അയാൾ എത്ര തന്ത്രം അറിയാവുന്നയാളാണ്. പിന്നെ അത് തന്നെയല്ല, മറ്റുള്ള ഇയാൾക്ക് കക്ഷത്തിൽ പലരുടെയും തലയിരിപ്പുണ്ട്. ഈ തലയുള്ളവരുടെ വാലുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിണറായിയോട് കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കും. മാസപ്പടി കേസ് സംഭവിക്കാൻ പോകുന്ന അവസാനം സ്വാഗതം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം. ഇത് ആദ്യമായിട്ടാണ്, ഒരാഴ്ചയായുള്ളൂ തുടങ്ങിയിട്ട്. 2-3 എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളൂ. കണ്ടംപററി ഇഷ്യൂവിനെ പറ്റി എൻ്റെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സിൽ ഉള്ള കാഴ്ചപ്പാടിലായിരിക്കും വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടോ ഒരു മതത്തോടോ യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല, കൂട്ടരോട് ഒരു ഡിറ്റാച്ച്മെൻറ്റും ഇല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ബേസിക്കലി ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്ത് പറയുന്നവർക്കെതിരെ നാളെ എഗൻസ്റ്റും പറയും. അപ്പോൾ ചോദിക്കരുത് അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നത്തെ എന്നുവെച്ചാൽ ആ ഇഷ്യൂ ബേസ്ഡ് അഭിപ്രായമായിരിക്കും. ഇഷ്യൂ അല്ലാതെ നമ്മൾ ഒരു സൈഡിൽ ഇൻക്ലൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പം മതക്കാരാണേലും ഭാഷക്കാരെല്ലാം അവർ ഇൻക്ലൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരുടെ ആ വർഗത്തിൽപ്പെട്ടവരെ എന്ത് ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതി. ദാറ്റ് ഈസ് എ വെരി പാത്തറ്റിക്. സൊസൈറ്റിയുടെ ഒരു വലിയ വീഴ്ചയാണ്. ഒരു കൂട്ടർ എവിടെയാണോ അവർക്കെതിരെ എന്തു വന്നാലും അതിന് വേറൊരു താല്പര്യം. സത്യമായിരിക്കും. ഇപ്പോൾ അഴിമതി കോൺഗ്രസിൻ്റെ നാഷണൽ ഹെറാൾഡിൻ്റെ കേസൊക്കെ ജെന്യുവിനാണ് കേസാണത്. അവർ 5000 കോടിയുടെ അവിടെ തിരിമറി നടത്തിയിട്ടുണ്ട്. അവരുടെ സ്വത്ത് അവരുടെ സ്വന്തമാക്കി. അതിന് കേസ് കൊടുത്ത് പറയും ഇത് രാഷ്ട്രീയ പകപോക്കലാണ്. ഇവിടെ മാസപ്പടി കേസ് ED ചെയ്യുമ്പോൾ പറയും ഇത് രാഷ്ട്രീയ പകപോക്കലാണ്. ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ കുഴപ്പം. അവർക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വീട്ടിലെ കാര്യമാണെങ്കിലും അവർ ബന്ധുക്കളോട്, അമ്മാവന്മാരോട് അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ല. അവരുടെ അഭിപ്രായം ആരുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നു. താങ്ക് യു.